ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് ടിപ്സ് ആൻഡ് ടോക്സ്. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് പെഡിക്യൂർ എങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാല് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ കാലിൻ്റെ കോലും കണ്ടാൽ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും. വളരെ മോശമായ ദയനീയമായ അവസ്ഥയാണ് എൻ്റെ കാലിൻ്റെ ഇപ്പോൾ ഉള്ളത്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തേക്കുന്നത് നല്ല ഒരു ഇളം ചൂടുവെള്ളമല്ല, എന്നാലും ഒരു ഇത്തിരി നമുക്ക് സഹിക്കാൻ പറ്റുന്ന അത്രയുള്ളൊരു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു പകുതി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുകയാണ്. പിന്നെ നമുക്ക് ആ ചെറുനാരങ്ങ തോടും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറുനാരങ്ങ മൊത്തമായിട്ട് ഇതേപോലെ പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത്രയും നല്ലതായിരിക്കും. പിന്നെ വേണ്ടത് നമുക്ക് ഷാമ്പു ആണ് വേണ്ടത്. എൻ്റെ കയ്യിൽ ഷാമ്പു ഇല്ല, അതുകൊണ്ട് ഞാൻ ഹാൻഡ് വാഷാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ കയ്യിൽ ഷാമ്പു തീർന്നു പോയതുകൊണ്ടാണ്. ഹാൻഡ് വാഷ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഹാൻഡ് വാഷ് ഒരു 3-4 ഡ്രോപ്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ചരിവം ചെറുതായതുകൊണ്ട് ഞാൻ ഈ ചരിവൊന്ന് മാറ്റണേ. ചരിവം മാറ്റിയിട്ട് ഞാനൊരു വേറൊരു വലിയ ചരിവത്തിലോട്ട് ഇത് പകർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ പകർത്തിയിട്ടുണ്ട് ഇതിലോട്ട്. ഇത് നമുക്ക് ഇതിലോട്ട് കാല് രണ്ടും ഇട്ട് കൊടുക്കാം. 2 കാലം ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് ഈ വെള്ളത്തിൽ കുതിരാൻ വെക്കണം. ഈ സമയത്ത് നമുക്ക് കാല് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ നല്ലതാണ്. ഈ കാലും കൈ ഒരുമിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ വെള്ളത്തിൽ തന്നെ കൈ ഇടുക, കാലിടുക, രണ്ടും ഒരുമിച്ച് ഇട്ടിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാൻ പക്ഷേ ആദ്യം കൈ വേറെ ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കാല് ചെയ്യുന്നത്. അപ്പോൾ ഈ നാരങ്ങാത്തോട് കൊണ്ട് തന്നെ നമുക്ക് കാലൊക്കെ നന്നായിട്ട് വൃത്തിയാക്കാം. പിന്നെ ഈ നഖമൊക്കെ നന്നായിട്ടൊന്ന് ഉരച്ചിട്ടുണ്ടെങ്കിൽ നഖത്തിൻ്റെ ഇടയിലുള്ള അഴുക്കും നഖത്തിലെന്തെങ്കിലും മഞ്ഞക്കറയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറും. നഖം നന്നായിട്ടൊന്ന് വൃത്തിയാകും, നല്ല ക്ലിയർ ആവുകയും ചെയ്യും. നാരങ്ങ നീര് നമ്മുടെ സ്കിന്നിൽ ചെന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൺ ആവാനൊക്കെ വളരെയധികം നല്ലതാണ്. നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റാണ് നാരങ്ങ. അതുകൊണ്ട് തന്നെ സ്കിന്നിലും നഖത്തിനൊക്കെ വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇതുകൊണ്ട് നന്നായിട്ട് കാലും നഖങ്ങളും എല്ലാം നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കണതാണ് ഞാനിപ്പോൾ. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ചെയ്യേണ്ടത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു നമ്മൾ പാത്രമൊക്കെ കഴുകുമ്പോൾ കിട്ടൂലേ സ്ക്രബ്ബ്, പാത്രം കഴുകുന്ന സ്ക്രബ്ബർ, അതുപയോഗിച്ച് ഞാനാണ് കാലൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ കാലൊക്കെ കഴുകണ സാധനമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചാണെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുകൊണ്ടാണ് കാല് നന്നായിട്ട് വൃത്തിയാക്കുന്നത്. അപ്പോൾ ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഞാൻ അതിൽ ഇത്തിരി ഹാൻഡ് വാഷ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കാലൊക്കെ നന്നായിട്ട് വൃത്തിയാക്കാം. അധികം ബലപ്പെടുത്തി അങ്ങോട്ട് ഇതാക്കണ്ട. അതായത് സ്ക്രബ് ചിലപ്പോൾ കാലൊക്കെ മുറിയാനും ചാൻസ് ഉണ്ട് അധികം ബലപ്പെടുത്തിയാൽ. അങ്ങനെ സോഫ്റ്റായിട്ടൊന്ന് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അഴുക്കൊക്കെ പോവും, കാല് നല്ല വൃത്തിയാകുകയും ചെയ്യും. അപ്പോൾ ഞാൻ നന്നായിട്ട് കാലൊക്കെ വൃത്തിയാക്കിയാണ് ഇതുകൊണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കാല് കരിക്കട്ട പോലെ ഇരുന്നതാണ്. ഇപ്പോൾ ഇത്തിരിയൊക്കെ കളർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട്, അതിൽ ഉപ്പൂറ്റി ഭാഗത്തൊക്കെ നന്നായിട്ട് ഇതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം. നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസും അതൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. കണ്ടോ, നന്നായിട്ട് ഉരച്ചു കൊടുത്തപ്പോൾ കാലിൽ ഇത്തിരി കളർ വെച്ചതുപോലെ ഉണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഉരച്ചു കൊടുക്കുക. 2 കാലം ഇതേപോലെ നന്നായിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കാലം നഖത്തിൻ്റെ കളർ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. നഖത്തിൻ്റെയൊക്കെ കളർ കണ്ടാൽ നന്നായിട്ട് വെളുത്തില്ലേ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വൃത്തിയാക്കുക. നല്ല സോഫ്റ്റായിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ കാലൊക്കെ വൃത്തിയാക്കി ഞാൻ 15 മിനിറ്റ് അങ്ങനെയൊക്കെ വെച്ച് കാലൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാല് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലുകൾക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിനായിട്ടാണ് ഇവിടെ അലോവേറ ജെല്ല് എടുത്തിട്ടുണ്ട്. എൻ്റെ ഈ അലോവേറ ജെല്ല് ഞാൻ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ ഇത്തിരി, അതുകൊണ്ടാണ് ഞാൻ പിന്നെ സെപ്പറേറ്റ് ഇടാത്തത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇടുക. പിന്നെ നാച്ചുറലായിട്ടുള്ള അലോവേറ ജെല്ല് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ചോറിനിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഇടുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇനി 2 കാല് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നഖങ്ങൾക്കും നമ്മുടെ കാലിലെ സ്കിന്നിനും വളരെയധികം നല്ലതാണ്. നമ്മുടെ കാലിലെ കറുത്ത പാടുകളും അതുപോലെ കാലിപ്പോൾ സ്ക്രബൊക്കെ ചെയ്തേക്കണമായിരുന്നു ഡ്രൈ ആയിട്ട് ഇരിക്കണമായിരിക്കില്ലേ. അപ്പം നല്ല ഇത് ഇടണമെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നഖങ്ങളാണെങ്കിലും ഡ്രൈ ആയിട്ടുള്ള നഖങ്ങളാണെങ്കിൽ ഇത് നന്നായിട്ട് സോഫ്റ്റാക്കി ഹൈഡ്രേറ്റഡ് ആക്കാനും, അതേപോലെ കാലിലെ നഖത്തിലെ മഞ്ഞപ്പ്, നഖങ്ങൾ പൊട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് വളരെയധികം നല്ലതാണ്. അലോവേറ ജെല്ലി ഇപ്പോൾ കാല് നന്നായിട്ട് അബ്സോർബൊക്കെ ആയിട്ടുണ്ട്. കാല് നല്ല സോഫ്റ്റും നല്ല ഒരു ചെറിയൊരു ഗ്ലോയൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ.
നഖങ്ങളായാലും നല്ലൊരു, ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു വൈറ്റ് കളറിൽ നന്നായിട്ട് എടുത്ത്, അതായത് ഒരു ഷൈനിങ് ഉണ്ട് നഖത്തിനൊക്കെ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെയിലൊന്ന് ഷേപ്പൊക്കെ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ നഖം ഉള്ളിലുള്ള അഴുക്കൊക്കെ ഒന്ന് കളയണം. അതേപോലെ ക്യൂട്ടിക്കിൾസൊക്കെ ഇതാക്കി കളയണം. അതിനായിട്ട് ഞാനിവിടെ ഒരു നെയിൽ കട്ടർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു സാധനം കണ്ട, ഈ സാധനം കൊണ്ടാണ് നമ്മൾ, ഈ അറ്റം കൊണ്ടാണ് നമ്മൾ കാലിൽ അഴുക്കൊക്കെ കളയുക, ഉള്ളിലും പുറത്തൊക്കെയുള്ള അഴുക്കൊക്കെ കളയുക. അതുപോലെ ക്യൂട്ടിക്കിൾസൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലുള്ള കാലിലുള്ള ഈ നഖത്തിൻ്റെ ഇടയിലൊക്കെയുള്ള അഴുക്കും അതുപോലെ ക്യൂട്ടിക്കിൾസൊക്കെ ഇങ്ങനെ കളയാം. ക്യൂട്ടിക്കിൾസ് കളയാനായിട്ടൊക്കെ ഈ സാധനത്തിൻ്റെ ഇങ്ങനെ ആദ്യം ഈ നഖത്തിൻ്റെ അറ്റത്തുനിന്ന് ഈ ബാക്കോട്ട് ഇങ്ങോട്ട് ചെറിയൊരു പ്രസ് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് നന്നായിട്ട് ക്യൂട്ടിക്കിൾസൊക്കെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അതേപോലെ നഖത്തിൻ്റെ ഉള്ളിലും ഇതേപോലെ അഴുക്കുണ്ടാവും, അതും ഇതേപോലെ ഈ സാധനം കൊണ്ട് തന്നെ നമുക്ക് കളഞ്ഞെടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാ നഖങ്ങളിലെയും അഴുക്ക് ഇതേപോലെ ക്യൂട്ടിക്കിൾസും എല്ലാം റിമൂവ് ചെയ്തെടുക്കാം. അടുത്ത സ്റ്റെപ്പ് നമുക്ക് നഖം ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഓവലോ റൗണ്ടോ സ്ക്വയറോ അതെങ്ങനെ വെച്ചാലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നഖങ്ങൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഭയങ്കര ജെൻറ്റലായിട്ട് ചെയ്താൽ മതി, പതിയെ ധൃതി പിടിച്ചൊന്നും ചെയ്യേണ്ട, പതിയെ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ പെട്ടെന്നൊരു കട്ടിൽ എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ ആവശ്യത്തിന് നഖം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് സ്ലോവിൽ സമാധാനത്തോടുകൂടി അത് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നഖമൊക്കെ നന്നായിട്ട് ഷേപ്പ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു ഡാർക്ക് ഗ്രീൻ കളറിൽ ഒരു നെയിൽ പോളിഷ് എടുത്തിട്ടുണ്ട്. നമുക്കിനി എല്ലാ നഖത്തിലും നെയിൽ പോളിഷ് അടിച്ചു കൊടുക്കുക. നമ്മൾ ജെൻറ്റിലായിട്ട് നെയിൽ പോളിഷ് അടിച്ചു കൊടുക്കുക. ധൃതിയൊന്നും പിടിക്കാണ്ട് ജെൻറ്റിലായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തൊന്നും പോകാണ്ട് നമുക്ക് ഈസിയായിട്ട് അടിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ നഖത്തിൻ്റെ ആദ്യത്തെ അറ്റത്തുനിന്ന് മുട്ടാത്ത രീതിയിൽ ആദ്യം താഴോട്ടൊന്ന് വലിച്ച് അടിച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെ പതിയെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാ നഖത്തിലും നമുക്ക് നെയിൽ പോളിഷ് അടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പും നെയിൽ പോളിഷ് അടിക്കലൊക്കെ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പെഡിക്യൂർ പൂർണ്ണമായി. ഇതാണ് ഇപ്പം എൻ്റെ അടുത്ത കാലിൻ്റെ അവസ്ഥ. നിങ്ങൾ കണ്ടോ? ആദ്യത്തെ കാലിനെ വെച്ച് എന്തോരം ബെറ്റർ ആയല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. നിങ്ങളുടെ കാലം ഇതേപോലെ, എൻ്റെ കാലം പോലെയല്ല, ഇതിലും നല്ല ഒരു അടിപൊളിയായിട്ടുണ്ടാവും കാല്. അപ്പോൾ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് എളുപ്പത്തിൽ പെഡിക്യൂർ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.